വ്യക്തിഹത്യ നടത്തി മുസ്ലിം ലീഗും കോൺഗ്രസും പ്രദേശത്തിന്റെ വികസനത്തിന് തുരങ്കം വെച്ച് മൂന്നാംകിട രാഷ്ട്രീയം കളിക്കുകയാണെന്ന് CPM നേതൃത്വവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും. അഴിമതി ആരോപണവും ബഹിഷ്കരണവും വ്യക്തിഹത്യയും നടത്തിയുള്ള ഇത്തരം പ്രഹസന രാഷ്ട്രീയം നാട്ടുകാർ തിരിച്ചറിയുമെന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചറും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ജെയിംസ് മാസ്റ്ററും കരുവാരകുണ്ടിലെ CPM കുഞ്ഞാലി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം AK സജാദ് ഹുസൈൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, M സജാദ്, VC ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം UDF നടത്തിയിട്ടുള്ള കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചിനെ തുടർന്നുണ്ടായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. നമുക്കറിയാം, UDFകാർ കഴിഞ്ഞ 4 വർഷക്കാലം ഒരു കാര്യവും ശ്രദ്ധയിൽപ്പെടുത്താനോ സമൂഹമധ്യേ ഉയർത്തി സമരം നടത്താനോ തയ്യാറാകാതെ ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സമരം നടത്തിയിരിക്കുകയാണ്. പഞ്ചായത്തിനെതിരെ അധിക്ഷേപം ചൊരിയുക, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് മറ്റു കുറേ കോമിക്കുകൾ കാട്ടി ജനങ്ങളെ ചിരിപ്പിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് UDFനെ സംബന്ധിച്ച് UDFൻ്റെ നേതാക്കന്മാർ അവിടെ സംസാരിച്ചത്. അപ്പോൾ അവർ മുന്നോട്ട് വെച്ച 4-5 മുദ്രാവാക്യങ്ങൾ അവർ പോസ്റ്റർ പ്രചരണത്തിലൂടെയും അതുപോലെ തന്നെ അവർ വാഹന പ്രചരണത്തിലൂടെയൊക്കെ അവർ പ്രചരിപ്പിച്ച കാര്യങ്ങൾ 4-5 മുദ്രാവാക്യങ്ങൾ, അത് വളരെ കൃത്യമായി നമുക്ക് അവർക്ക് പറഞ്ഞ് മറുപടി കൊടുക്കാൻ പറ്റാവുന്ന മുദ്രാവാക്യങ്ങൾ തന്നെയാണ്. അതിൽ വാർഡ് വിഭജനത്തിൻ്റെ കാര്യം അവർ പറഞ്ഞു, കുടിവെള്ള പദ്ധതിയിലെ കാര്യം അവർ പറഞ്ഞു, ചിറക്കിലെ മണൽ വിഷയവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, ഈ കാര്യത്തിലെല്ലാം അക്കമിട്ട് മറുപടി പറയാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയും. അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഇവിടെ ഉണ്ട്, അവർ പറയും. അതേപോലെ തന്നെ നമ്മളെ ജെയിംസ് മാഷ് പറയും. ഇവിടെ നമുക്ക് CPM എന്നുള്ള നിലയ്ക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് UDF കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നെറികെട്ട പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് CPM മുന്നിട്ടിറങ്ങിക്കൊണ്ട് ജനങ്ങൾക്ക് ഇടയിലാകെ ശക്തമായ പ്രചരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, UDFൻ്റെ ഒരു നേതാവ് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ, ഉദ്ഘാടനമാണോ മറ്റ് ആശംസാ പ്രസംഗമാണോ എന്നറിയില്ല, പ്രസംഗ മധ്യേ അയാൾ നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ 4 ആൾ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയുന്ന പ്രസംഗങ്ങളാണ്. ഇവിടെ എന്താണോ അവർ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ടാണ് അവിടെ പ്രസംഗിക്കുന്നത്. ആ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ എല്ലാവരെയും, അവിടെ എല്ലാ തരത്തിലുള്ള ജീവനക്കാരുണ്ട്, വനിതാ മെമ്പർമാരുണ്ട്, വനിതാ ജീവനക്കാരുണ്ട്, പുരുഷ ജീവനക്കാരുണ്ട്, താൽക്കാലിക ജീവനക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ വളരെ വൃത്തികെട്ട പരാമർശമാണ് UDFൻ്റെ നേതാവ് അവിടെ നടത്തിയിട്ടുള്ളത്. ആ വൃത്തികെട്ട പരാമർശം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ തന്നെ ചിത്രീകരിച്ച വാർത്താ ചാനലുകൾ വഴി ജനങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ഈ പറഞ്ഞ മുദ്രാവാക്യത്തെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? അവർ വെച്ച മുദ്രാവാക്യത്തെക്കുറിച്ച് എന്തെങ്കിലും അവർ അക്കമിട്ട് പറയുന്നുണ്ടോ? KCB സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, KCB സബ്സ്റ്റേഷൻ ഇവിടെ ഉത്തരവ് വന്നത് 2018-ലാണ്. 2018-ലും 2019-ലും ഇവിടെ UDF ആണ് ഭരിക്കുന്നത്. അന്ന് അവരുടെ തമ്മിൽ തല്ല് കാരണമാണ് ഈ KCB സബ്സ്റ്റേഷൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. KCB സബ്സ്റ്റേഷന് വേണ്ടി പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി വളരെ കൃത്യമായി അതിന് ഭൂമി പരിശോധന നടത്തി ഭൂമിയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, 2020-21 കാലഘട്ടം എന്ന് പറയുന്നത് കൊറോണ വൈറസ് ബാധിച്ച് നമ്മളെ നാട്ടിലാകെ ഒരു മനുഷ്യൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. 2020-ലും 21-ലും ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് നടത്തി. നിങ്ങൾക്കറിയില്ല, ഇവിടെ സാമൂഹ്യ അടുക്കള വഴി ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഒരു ദിവസം ഭക്ഷണം അതാത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ കോവിഡ് പരിശോധന, അതിൻ്റെ വാക്സിനേഷൻ ക്യാമ്പുകൾ, ഓരോ 5000 വീടുകളിലാണ് ഇതിൻ്റെ പരിശോധന നടത്തിയത്. കരുവാരകുണ്ടിൽ മാത്രമാണ്, ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഇതിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് എല്ലാവർക്കും ഒരേപോലെ ക്യൂ നിൽക്കാതെ വലിയ പ്രതിസന്ധി ഇല്ലാതെ ഓരോ പ്രദേശത്തും ക്യാമ്പുകൾ നടത്തി വളരെ ജനകീയമായിട്ടാണ് ആ പരിപാടി നമ്മൾ അവതരിപ്പിച്ചത്.
ഒരു ജനകീയ സംവിധാനമായി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ഈ 2 വർഷക്കാലവും പ്രത്യേക ആംബുലൻസുകൾ ഓരോ ചില വാർഡ് മെമ്പർമാർ അവർ പ്രത്യേകം വാഹനങ്ങൾ വരെ തയ്യാറാക്കി രോഗികളെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഈ ടെസ്റ്റുകൾ നടത്താനും വേണ്ടിയുള്ള പരിശ്രമം നടത്തി. അങ്ങനെ എല്ലാ നിലക്കും ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ടാണ് ആ പ്രവൃത്തി നടത്തുന്നത്. അതിനുശേഷമാണ് 2022-ലും 2023-ലാണ് ഒന്ന് സ്വതന്ത്രമായി ജനങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയത്. അന്ന് നമ്മൾ പല സ്ഥലങ്ങളും കണ്ടെത്തി. സ്ഥലം കണ്ടെത്തുന്നത് മുഴുവൻ മുടക്കണ പണിയാണ് ഇവർക്ക്. എല്ലാ സ്ഥലവും പോയി മുടക്കും. ഇവിടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പുന്നക്കാട് പഴയ KSB ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലം. ആ സ്ഥലം ആ വ്യക്തി സമ്മതിച്ച് അയാൾ എല്ലാത്തിനും തയ്യാറായതാണ്. പക്ഷേ അവിടെ പോയിട്ട് ഇപ്പം നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാൻ, അങ്ങനെ പേരെടുത്ത് തന്നെ നമുക്ക് പറയാൻ കഴിയും. മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാനും അതേപോലെ തന്നെ അവരുടെ കുറേ അനുയായികളും ചേർന്ന് ആ സമ്മതിച്ച ആളെ പോയി കണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കേസിന് വേണ്ട സഹായം ചെയ്തു കൊടുത്താണ്. ഒരു കേസിന് പോയി കഴിഞ്ഞാൽ, ഒരു ഭൂമി സംബന്ധമായ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല അതിൻ്റെ പ്രശ്നം. പഞ്ചായത്ത് കേസ് നടത്തി, കേസ് അനുകൂലമായി വിധി വന്നു. പക്ഷേ അപ്പോഴേക്ക് വീണ്ടും കേസിന് പോകുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ KSEBക്ക് ഇത്തരം നൂലാമാലകളുള്ള ഒരു സ്ഥലം എടുക്കാനും അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനും അവരൊരു ബോർഡാണ്. ഗ്രാമപഞ്ചായത്ത് അല്ലത് ചെയ്യുന്നത്, KSEB ബോർഡാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരു വികസന പ്രവർത്തനങ്ങളും ആ നിലയ്ക്ക് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. ഗ്രാമീണ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഗ്രാമപഞ്ചായത്ത് നടക്കുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ 4ാമത്തെ പഞ്ചായത്തായി ഈ ഫണ്ട് ചെലവാക്കുന്നതിൽ, എക്സ്പെൻഡിച്ചർ ആക്കുന്നതിൽ ഈ പഞ്ചായത്ത് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടുകളുടെ എണ്ണം കൊടുത്തതിൽ 3ാം സ്ഥാനമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. അങ്ങനെ എല്ലാ നിലക്കും ജനങ്ങളുമായി നന്നായി സഹകരിച്ച് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്നേ വരെ ഒരു ബോർഡിലോ ഒരു സമരമായോ ഒരു അരിശ്രീ ഒരു അക്ഷരം മിണ്ടാൻ കഴിയാതെ അതിന് അവർക്ക് അവസരം കിട്ടാതെ വന്നപ്പോൾ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് CPIM-നെയും CPM-ൻ്റെ നേതാക്കന്മാരെയും ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് ഈ UDF-കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ നേതാക്കന്മാർ നടത്തി. ഇത് വെറുതെ വിടില്ല. ഇത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിടും, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടും. അതിന് ചങ്കൂറ്റവും കരുത്തുള്ള പാർട്ടിയാണ് കരുവാരക്കുണ്ടിലെ ഈ പാർട്ടി 40 വർഷക്കാലത്തിന് ശേഷം അധികാരത്തിലേറിയതാണ്. ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയിട്ട് തന്നെയാണ് ഈ കരുവാരക്കുണ്ടിൽ ഞങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനെതിരെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യം അവർ പറഞ്ഞല്ലോ. ഈ ജലനിധി എത്താത്ത കുന്നിൻ മലകളിൽ നമുക്കറിയാം, ആലിക്കോട് മൂച്ചിക്കുന്ന് പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ചെലമ്പലിക്കൈ പ്രദേശത്ത് അവിടെ അതിൻ്റെ കുടിവെള്ള പദ്ധതി നടന്നു. അതേപോലെ തന്നെ ചമ്പംകുന്ന് മേഖലയിൽ എല്ലാ പ്രദേശത്തും 12ഓളം കുടിവെള്ള പദ്ധതികളാണ് ഇവിടെ ചെയ്തത്. ഈ തൊട്ടടുത്ത പരിസരത്ത് ഒരു പഞ്ചായത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മാലിന്യമുക്ത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പ്രവൃത്തി കരുവാരക്കുണ്ടിലാണ് അതിന് മുൻകൈ എടുത്തത്. അതിന് പ്രത്യേകം വാഹനം തന്നെ വാങ്ങി, അതിന് യൂസസ് ഫീ വാങ്ങി ചെയ്യുന്ന അതിനും അവർ പാര വെച്ചുകൊണ്ടിരിക്കുക. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീട്ടിൽ കയറുമ്പോൾ UDF നേതാക്കന്മാർ നിങ്ങൾ ഈ പണം വാങ്ങുന്നത് ഞങ്ങൾ നിർത്തും, ഇതാ പറയുന്നത്. അങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെച്ചുകൊണ്ടും KSEB സബ്സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് തുരങ്കം വെക്കുന്നതും UDF-കാരാണ്. അതിൻ്റെ ഒരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് വിട്ടു നൽകിയ സ്ഥലമാണല്ലോ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ ആ ഡോക്ടർ സമ്മതിച്ചതാണ്, വാക്കാൽ സമ്മതിച്ചതാണ്. അവിടെ ഇവർ പോയി അവിടുത്തെ ഭൂമാഫിയകളെ കണ്ട് സമ്മർദ്ദം ചെലുപ്പിച്ച്, തൊട്ടടുത്ത ഭൂമാഫിയകളെ കണ്ട് സമ്മർദ്ദം ചെലുപ്പിച്ച് അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അയാൾ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. എന്താ ഇതിൻ്റെ അവസ്ഥ? പട്ടിക്കാടൻ സൈലേഷിൻ്റെ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതാണ്. ആ പരിസര പ്രദേശത്തുള്ള പാവപ്പെട്ടവരെ പോയി കണ്ട് അവിടെയും ഇവർ കുത്തിത്തിരിപ്പുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. KSEBയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവരുടെ സഹകരണം കൂടി വേണം. ഇവരുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 2-3 തവണ ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചല്ലോ. ആ ഒരു യോഗത്തിന് പോലും അവർ വന്നില്ല. MLA അന്ന് ഇതിലാകെ കറങ്ങി നടക്കുകയായിരുന്നു. MLA സ്ഥലത്ത് കയറി വന്നില്ല. ബോധപൂർവം പഞ്ചായത്തിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി, ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി തരംഗം വെക്കുന്ന പണിയാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിറക്കൽ മണലിൻ്റെ വിഷയം എന്താ സംഭവിച്ചത്? അതൊരു കറവ പശുവായിരുന്നു. ചിറക്കൽ മണൽ കോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കരുവാരക്കുണ്ടിൻ്റെ രാഷ്ട്രീയ ഒരു പരിസ്ഥിതി വെച്ച് എല്ലാ മഴക്കാലത്തും ചിറ നിറഞ്ഞ് മണൽ ഒഴുകും. 60 ലക്ഷം 70 ലക്ഷം 90 ലക്ഷം ഫണ്ട് മാറ്റിവെച്ച് അത് കോരി ഒരു വ്യക്തിയുടെ പറമ്പിൽ കൊണ്ടുപോയി കൂട്ടി അതും വിറ്റ് കാശാക്കുന്ന പണിയായിരുന്നു UDF ചെയ്തിരുന്നത്. ശക്തമായ അഴിമതിയല്ലേ അവിടെ നടന്നിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇതിന് സ്ഥായിയായി ഒരു നിലപാടെടുക്കണം. പാർട്ടി ചർച്ച ചെയ്തു, മുന്നണി ചർച്ച ചെയ്തു, ഗ്രാമപഞ്ചായത്ത് ചർച്ച ചെയ്തു. എല്ലാ വർഷം കോടികൾ മുടക്കാൻ സർക്കാരിൻ്റെ ഫണ്ട്, ജനങ്ങളുടെ നീതി പിരിച്ച ഫണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും തയ്യാറാക്കി അതിൻ്റെ പ്രവൃത്തി നടക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ സൂക്ഷ്മമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, ജനങ്ങളുടെ ഫണ്ട് അപഹരിക്കപ്പെടാതെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന, സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനെതിരെയാണ് ഇവർ ശബ്ദിക്കുന്നത്. ഇവിടെ ഇവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ സബ്സ്റ്റേഷനും അതേപോലെ തന്നെ ചിറയും ഒക്കെയാണ് പറഞ്ഞു പോയത്. ചിറയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു ബൃഹത് പദ്ധതി, വലിയൊരു പദ്ധതി ഒറ്റയടിക്ക് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ LDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം, കോവിഡിൻ്റെ മഹാമാരിയുടെ പ്രതിസന്ധി തീർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് പാർട്ടിയും പഞ്ചായത്തും മുന്നിട്ടിറങ്ങുകയും അവിടെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നത് ഈ ചിറയുടെ മണ്ണടിഞ്ഞ് ഈ പ്രതിസന്ധി മാറ്റുന്നതിനാവശ്യമായ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പഠനം നടത്തി 7 ലക്ഷം രൂപ അതിൽ വകയിരുത്തിക്കൊണ്ടൊരു പഠനം നടത്തി DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ഈ വർഷം അതിൻ്റെ പദ്ധതിയിൽ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ പ്രാവശ്യം അത് വെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു അറിയിപ്പാട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരമൊരു പദ്ധതിക്ക് വേണ്ടിയുള്ളൊരു മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു നടപടി നമ്മൾ നടത്തിപ്പോയതാണ്. സബ്സ്റ്റേഷൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് 2 വർഷം മുമ്പ് വന്നൊരു പദ്ധതിയാണ്. അത്ര ഈസി ആണെങ്കിൽ അന്ന് നടക്കുമായിരുന്നു. നമ്മളത് നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 2-3 വർഷമായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടത്തുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോയ ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളിൽ അവിടെ സംസാരിച്ച ചിലർ ഈ കരുവാരക്കുണ്ടിലെ മൊത്തം വികസനങ്ങൾ UDF കൊണ്ടുവന്നാന്ന് പറഞ്ഞു. എന്ത് വികസനമാണ് UDFൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? കഴിഞ്ഞ 6-7 പതിറ്റാണ്ട് കാലം പ്രധാനമന്ത്രി തൊട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ വരെ ഒരേ ആളുകൾ ഭരിച്ചൊരു കാലം എത്രയോ കടന്നുപോയി. ഇവിടുത്തെ MLA, MP, MLA മന്ത്രിയായിരുന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഒക്കെ ഭരിച്ച ഒരു കാലം ഉണ്ടായിട്ട് പോലും ഈ കരുവാരക്കുണ്ടിൽ എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? സ്വാഭാവികമായി വരുന്ന ചില വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇവിടെ ആരും ഭരിച്ചില്ലെങ്കിലും സർക്കാരിൻ്റെ പൊതു സംവിധാനങ്ങളുടെ ഭാഗമായി കുറേ കാര്യങ്ങൾ നടന്നു പോകും എന്നതല്ലാതെ എടുത്തു പറയത്തക്ക എന്ത് നേട്ടമാണ്? ആകെ പറയാനുള്ളത് ഒരു എക്കോ ടൂറിസമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുടെ കണക്കുകളൊക്കെ അക്കാലത്ത് നാട്ടിലാകെപ്പാട്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, കണ്ടൂരും വാടിയമ്പലത്തുമൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ടൂറിസം പദ്ധതികൾ കോടികളുടെ അഴിമതിയാണ്. അതിന് കൂട്ടുനിന്ന ടൂറിസത്തിൻ്റെ ഉദ്യോഗസ്ഥനും MLAയും അന്ന് മന്ത്രിയായിരുന്ന വ്യക്തിയുമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് നാട്ടിലാകെപ്പാട്ടാണ്. അതുപോട്ടെ. അപ്പോൾ അല്ലാതെ വേറെ എന്താണ് ഇവരിവിടെ കൊണ്ടുവന്നത്? എന്നാൽ ഈ കഴിഞ്ഞ 4-5 വർഷമായി കരുവാരക്കുണ്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇരിക്കുന്നവർ പലരും അധ്യാപകരായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോലെ നമ്മുടെയൊക്കെ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ ഈ രീതിയിലേക്ക് മാറിയത് ഏത് കാലത്താണ്? നമ്മൾ കണ്ടുപോകട്ടെ. ഈ റോഡ്, മലയോര ഹൈവേ, ഇത് എന്നാ വന്നത്? ഇതാരാ കൊണ്ടുവന്നത്? ഇത് MLA ആണ്. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 1000 കോടി ഫണ്ട് കൊടുത്തു. 1000 കോടി എന്ന് പറഞ്ഞാൽ ശരാശരി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട ഫണ്ട് അതിന് കിട്ടിയിട്ടില്ല. ഇവിടെ ആദ്യം 1 കോടി രൂപയുടെ ഫണ്ട് റോഡുകളുടെ വച്ചു. ഇപ്പോൾ ആകെ 2 റോഡ് മാത്രമായി ചുരുങ്ങി. മറ്റ് പല സ്ഥലങ്ങളിൽ 2 കോടിയും 3 കോടിയും ചില മണ്ഡലം പഞ്ചായത്തുകളിൽ കിട്ടിയിട്ടുണ്ട്. MLAയുടെ പിടിപ്പുകോടാണ് എന്ന് തന്നെ ഞങ്ങൾ പറയുക. ഇവിടെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു കോളേജ് ഇല്ലാത്ത ഈ അടുത്തൊരു പ്രദേശമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കൊരു കോളേജ് കൊണ്ടുവരാൻ കഴിയാതെ പോയത്? ഒരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അനുമതി സർക്കാർ കൊടുത്തതിൻ്റെ ഭാഗമായി അത് സ്വന്തം ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്താക്കി മാറ്റുകയല്ലേ ചെയ്ത്. ഇവിടെ ഒരു CHC ഉണ്ട്. കാളിയാവിനേക്കാളും ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള, സ്വന്തം സ്ഥലമുള്ള, സർക്കാരിൻ്റെ ഫണ്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ കെട്ടിടങ്ങളുള്ള കരുവാരക്കുണ്ടിൽ എന്തുകൊണ്ട് കിടത്തി ചികിത്സയ്ക്ക് സൗകര്യം ചെയ്തില്ല? അതാരാ നോക്കേണ്ടത്? അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്പോർട്സ്, നമ്മുടെ ഗ്രൗണ്ടുകൾക്ക് ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷവും സർക്കാർ 50 ലക്ഷവും കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനുവേണ്ടി MLAയും നിരന്തരം ഞങ്ങൾ പോയി കണ്ടതാണ്. ആ ഫണ്ട് കൊടുത്തത് ചോക്കാടിനാണ്. കരുവാരക്കുണ്ടിനേക്കാൾ വലിയ പഞ്ചായത്തൊന്നും അല്ലല്ലോ ചോക്കാട്. അപ്പോൾ ആ രീതിയിൽ കരുവാരക്കുണ്ടിനോട് വളരെ നിഷേധാത്മകമായ സമീപനമാണ് MLA തുടർന്ന് നടത്തുന്നത്. നിങ്ങൾക്കറിയോ, ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്.
വീണ്ടും ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെങ്കിൽ നിങ്ങളുടെ എംഎൽഎയുടെ ശുപാർശ കത്ത് വേണം. എംഎൽഎയോട് നമ്മൾ പൊതുവേദിയിൽ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ നേരിട്ട് ആവശ്യപ്പെട്ടതല്ലേ. ഇതുവരെയും അതിനൊരു ശുപാർശ കത്ത് കൊടുക്കാൻ എംഎൽഎക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കരുവാരൂരിന് വരേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇവിടെ പറഞ്ഞു. സബ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള സർവകക്ഷി യോഗത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലമുടമയെ വിളിച്ച് അയാളെ സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിൽ അത് ഒന്നും കൂടി പ്രഖ്യാപിച്ച് ഇയാളെ വിളിച്ചു വരുത്തി ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടിയുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി സർവകക്ഷി യോഗം വിളിച്ച് MLA ഉൾപ്പെടെ വരാമെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയതാണ് ഇവിടുത്തെ ഈ പറയുന്ന സബ് സ്റ്റേഷൻ ഇല്ല എന്ന് നിലവിളിക്കുന്ന ആളുകൾ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് LDFിൻ്റെ പഞ്ചായത്ത് ഭരണമുള്ള കാലത്ത് ഒന്നും വരരുത് എന്ന് ചിന്തിക്കുന്ന ദുഷ്ട മനസ്സിൻ്റെ ഉടമകളാണ് UDFിൻ്റെ നേതൃത്വം. അത് കോൺഗ്രസ് ആയാലും ലീഗായാലും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഞങ്ങൾ നാട്ടിലെ പൊതു സംവിധാനങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയുമോ, പുന്നക്കാട് നടക്കുന്ന ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിലെ ഒരു വാഹനം ഇറങ്ങുന്നതിന് വേണ്ടി നിലവിലുള്ള ബസ് വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിക്കൊണ്ടാണ് അതിലെ റോഡിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് തടയാറുന്നല്ലോ. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള റോഡിന് ബ്ലോക്ക് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല. ഇപ്പോഴും അത് തടസ്സത്തിലാണ്. പക്ഷേ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത്, CPM ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്, അവിടെ ഒരു ആശുപത്രി വരുന്നത് നാടിന് ആവശ്യമാണ് എന്ന് കരുതി അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും കൊടുത്തു. CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയായ ഞാൻ അവർ വിളിച്ച ഷെയർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അവിടെ വിളിച്ച യോഗത്തിൽ ചെന്ന് ഷെയർ എടുത്ത് നമ്മൾ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഏതൊരു തങ്ങളാണ് അതിന് ഷെയർ സർട്ടിഫിക്കറ്റ് എനിക്ക് സർട്ടിഫിക്കറ്റ് അല്ല, അതിന് പണം ഞാൻ ഏൽപ്പിച്ചത്. നമ്മൾ ഇത്തരത്തിൽ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും എതിരല്ല. പക്ഷേ UDF കാണിക്കുന്ന അങ്ങനെയല്ല. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള എന്തെല്ലാം അഴിമതികൾ പറയാം. ഇപ്പോൾ നജാത്ത് സ്കൂളുമായി ബന്ധപ്പെട്ട അഴിമതി, നമ്മളെന്താ അത് അധികം പറയാത്തത്? അതൊരു പൊതുവിദ്യാലയമാണ്. ഒരു പൊതുവിദ്യാലയത്തിന് അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തി നശിപ്പിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു വിവേകം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. ഇവരെപ്പോലെ നമുക്കിത് എന്തും പറയാം എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടല്ല. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അഴിമതി വന്നിട്ടുണ്ട്. അതൊരു സർവീസ് ബാങ്കുമായി ബന്ധപ്പെട്ട സർവീസ് ബാങ്കിൽ ഈ ആളുകൾ ഒപ്പിടാത്ത 8 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്തതായി ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിൽ പരാതി പോയിട്ടുണ്ടല്ലോ. അതൊരു സർവീസ് സംഘമായ ബാങ്ക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സംഘങ്ങൾ നിലനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിലുള്ള സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഒരു അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കരുത് എന്നുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവേകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരാത്തത്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് ഒട്ടേറെ അഴിമതി നടക്കുന്നുണ്ട്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചു പോവുകയാണ്. അഴിമതിക്ക് കൂട്ടു നിൽക്കുകയല്ല. പക്ഷെ ഒരു കാര്യവും പറയാനില്ലാതെ വെറും എന്താ പറയുക, മൂന്നാംകിട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഴിമതി ഉന്നയിക്കുന്ന ഇവരോട് ഞങ്ങൾക്ക് പരമ പുച്ഛമാണ് പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ഏതർത്ഥത്തിലും കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, തയ്യാറുമാണ്, ചെയ്തിരിക്കുകയും ചെയ്യും. അതുമാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവരിവിടെ കുറേ കിണറുകളുടെ കാര്യം പറഞ്ഞു. പടം ആക്ഷേപഹാസ്യം. എന്താ പറയുന്നത്? കിണർ 4 ആൾ റിഞ്ഞ് അതിൻ്റെ മുകളിൽ കോടി വെച്ച് കയറണം എന്തൊക്കെയാണ് പറയുന്നത്? കരുവാരക്കുണ്ട് ഹൈസ്കൂളിൽ കുടിവെള്ളം തരുന്ന കബീർ ഭാഷുണ്ടല്ലോ, അവിടെ പോയി നോക്കട്ടെ. 7-8 റിഞ്ഞ് ഹൈറ്റിലാണ് അതിൻ്റെ കിണറുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ചിലയിടത്തെ ഭൂമിശാസ്ത്രപരമായ സംവിധാനങ്ങൾക്കനുസരിച്ച് ഭൂമിനിരപ്പിൽ നിന്ന് ഉയർന്നു വരേണ്ടി വരും. ഒരു ഭാഗം ഉയർന്നു കിടക്കുന്നതാണെങ്കിൽ മറുഭാഗത്തു നിന്ന് നോക്കിയാൽ അത് ദിണ്ടായിട്ട് തോന്നും. ആ രീതിയിൽ ഏതായാലും എഞ്ചിനീയർമാരെക്കാളും വലിയ പാണ്ഡിത്യമുള്ളവരൊന്നും അല്ലല്ലോ ഈ പറയുന്ന നേതാക്കൾ. അവരാ രീതിയിൽ, അല്ലാതെ ഇത് പോയി പഞ്ചായത്ത് മെമ്പർമാരാരെങ്കിലുമാണ് കിണർ കുഴിക്കുന്നതും റിങ്ങിടുന്നതും. അപ്പോൾ ഇത്തരത്തിൽ മൂന്നാം ഘട്ട നിലവാരമില്ലാത്ത വർത്തമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞു, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപം പറയും. പഞ്ചായത്തിനോട് സൂചിപ്പിച്ചതുപോലെ പല മേഖലകളിലും മലപ്പുറം ജില്ലയിലെ വലിയ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ലൈഫിൻ്റെ കാര്യത്തിൽ മലപ്പുറം ജില്ലയിൽ 3-ാം സ്ഥാനത്താണ്. ശുചിത്വ മേഖലയിൽ മലപ്പുറം ജില്ലയിൽ 7-ാം സ്ഥാനത്താണ്. ബ്ലോക്കിൽ 1-ാം സ്ഥാനമാണ്. ബ്ലോക്കിൽ വേറെ പഞ്ചായത്തുകളുണ്ടല്ലോ. UDF ഭരിക്കുന്ന പഞ്ചായത്ത് തൊട്ടടുത്തൊക്കെ ഉണ്ട്. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വണ്ടൂർ കാളിയാവ് ബ്ലോക്കിൽ 1-ാം സ്ഥാനത്താണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത്. എന്തേ അവരത് പറയണ്ടേ? ലൈഫ് വീടിൽ ഈ പറയുന്ന അമരമ്പലം പഞ്ചായത്തും എടവണ്ണ പഞ്ചായത്തുമാണ് ഇതിന് മുമ്പിലുള്ളത്. നമ്മൾ 3-ാം സ്ഥാനത്താണ്. ഒക്കെ LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. എന്താ UDFകാർക്ക് അവിടെ വീട് കൊടുക്കണ്ടേ? ഇവിടെ കളിസ്ഥലം പുറമ്പോക്ക് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കളിസ്ഥലമുണ്ട്. അതൊക്കെ ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബെഡ് സ്കൂളുമായി ബന്ധപ്പെട്ട്
ബഡ് സ്കൂളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ആകെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഉത്സവം നടത്തിക്കൊണ്ട് 10-35 സെൻറ്റ് സ്ഥലം ഈ പെട്ട ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സംവിധാനം ചെയ്തു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സബ്സ്റ്റേഷനാണോ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം? സബ്സ്റ്റേഷൻ വലിയ കാര്യമാണെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നത്. പക്ഷേ അതിനെ മുടക്കാൻ ഈ പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഒരു രീതിയിലൊന്നും വരരുത് എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അതിനെ മറികടക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ശ്രമിക്കും. ഇനി അതിന് അവസരമുണ്ട്. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. വിലയിരുത്തുകയാണെങ്കിൽ 4-5 ടേം ഭരിച്ച UDFും 4 വർഷക്കാലം ഭരിച്ച LDFിൻ്റെയും പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം എത്ര മാറ്റങ്ങളാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കരുത്, പാർട്ടിപരമായിട്ട് കഴമ്പുള്ള ആക്ഷേപങ്ങളായിരിക്കണം ഉന്നയിക്കേണ്ടത്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഞാനൊരു വനിതാ പ്രസിഡൻ്റാണ്. എൻ്റെ കൂട്ടത്തിൽ സഹമെമ്പറായിട്ട് ഒരുപാട് വനിതകളുണ്ട്. പഞ്ചായത്ത് ഓഫീസിലും വനിതകളുണ്ട്. ഒരാക്ഷേപം ബഹുമാനപ്പെട്ട ഉണ്ണീൻകുട്ടി പറഞ്ഞത് അവിടുത്തെ ജനലുകൾ അടഞ്ഞു കിടക്കുന്നു എന്നാണ്. ഒരു പൊതുസ്ഥാപനത്തിൽ ജനലുകൾ അടഞ്ഞു കിടന്നാൽ എന്താണ് അവിടെ ഒരു ആക്ഷേപത്തിനുള്ള വകുപ്പ്? അടഞ്ഞു കിടക്കുന്ന ജനലിനുള്ളിൽ എന്ത് മോശമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പല രീതിയിൽ കാണുന്ന ആളുടെ കണ്ണ് മഞ്ഞളിച്ചായിരുന്നെങ്കിൽ കാണുന്നതെല്ലാം മഞ്ഞിച്ചായിരിക്കും. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. രാവിലെ 9:30-10 മണിക്ക് അവിടെ എത്തുന്ന ഞാൻ ഈ നിമിഷം വരെ മോശമായ ഒരു പ്രവർത്തനം അവിടെ ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊപ്പം പങ്കിടുന്ന മെമ്പർമാരുണ്ട്, ഓഫീസ് ജീവനക്കാരുണ്ട്. അതുകൂടാതെ ഒരു 100 കണക്കിന് സ്ത്രീ ഗുണഭോക്താക്കൾ അവിടെ വന്നു പോകുന്നുണ്ട്. ഇവരെല്ലാം ഒരു വിശ്വാസത്തിലാണ് അവിടെ വരുന്നത്. ഇതുപോലെയുള്ള പരാമർശങ്ങൾ വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വികസന പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ജെയിംസ് മാഷ് പറഞ്ഞു, ഒരു ജില്ലയിൽ തന്നെ ലൈഫ് വീടുകൾ കൊടുത്തതിൽ 3-ാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾ എത്തിച്ചത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കരുവാരക്കുണ്ടിൽ നമ്മൾ നടത്തിയ വീട് വാസയോഗ്യമാക്കൽ എന്നുള്ളത്, വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആശ്വാസമായ ഒരു കാര്യമാണ്. സ്വന്തമായ വീടെന്ന് പറയുന്നതും സുരക്ഷിതമായ വീടെന്ന് പറയുന്നതും ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ അതിന് കൊടുക്കുകയും ചെയ്തു. അതിൽ വൻ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന്, വീട് കുടിവെള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഭരണത്തിലിരുന്നത്. ഇവർ ആക്ഷേപിക്കുന്ന ഓരോ കുടിവെള്ള പദ്ധതികളെയും പറ്റി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാർഡിലും എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതികൾ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുട്ടത്തിലെ ഒരു കിണറിനെ പറ്റി കൂടെ ആക്ഷേപിക്കുന്നുണ്ട്. വെറും 6 ലക്ഷം രൂപ മാത്രമാണ് അതിന് ചിലവാക്കിയിരിക്കുന്നത്. 3 സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന ആ സ്ഥലത്തിൽ കിണർ മാത്രമേ പണിതിട്ടുള്ളൂ. ഒരു സൈഡ് കുത്തനെ ഇരുന്ന് നമ്മൾ അതിന് റിങ്ങുകൾ എടുത്തു. മുകളിൽ നിന്ന് മഴവെള്ളം ഒഴിച്ചു വരാതിരിക്കാൻ റിങ്ങിന് ഉയരം കൂട്ടി. എന്നാൽ നിരപ്പായ സ്ഥലത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഹൈറ്റ് മാത്രമേ റിങ്ങിനുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സന്ദർശിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിനകത്ത് ആ കിണറിന് ഒരു ടാങ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അവിടെ കുടിവെള്ളം കിട്ടിയാൽ മതി എന്നാണ് ആ ജനങ്ങളുടെ ആവശ്യം. അത് അവിടെ നിറവേറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, കുട്ടത്തിൽ കിളിക്കോട് ഭാഗത്ത് ഒരു കിണർ പണിത് പൂർണ്ണമായിട്ടും ഗുണഭോക്താക്കൾക്ക് വെള്ളം കിട്ടുന്ന പദ്ധതിയാണ്. മഞ്ഞൾപ്പാറയിൽ എടുത്തു പറയാം, 3 പദ്ധതികളാണ് അവിടെ പൂർത്തിയായത്. ഈ പൂർത്തിയായ പദ്ധതികളുടെ പുറകെ ഇതിന് എത്ര കാശ് മുടക്കി, ഇത് അനാവശ്യമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഭരണത്തിൽ വന്ന സമയത്ത് ഇവിടെ ഒരു അന്വേഷണം നടന്നു. ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും അറിയില്ല. കഴിഞ്ഞ ടേമിൽ പുഴയിൽ നിന്ന് കോരിയിട്ട മണൽ എവിടെയായിരുന്നു ഇട്ടത്? അതിപ്പോൾ എവിടെ എന്നാണ് ഞാൻ പറയേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ആ മണൽ കോരിയിട്ട സമയത്ത് നിങ്ങൾ സാക്ഷികളാണ്. ഇന്ന് ആ മണൽ എവിടെ? ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ആ വന്നവരെ മണൽ കോരിയിട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു. ആ മണൽ ഇന്ന് പലർക്കും മൂലധനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സോഴ്സായി മാറിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ മണൽ എവിടെ പോയി എന്നുള്ളതിനുള്ള ചോദ്യത്തിന് സമാധാനം പറയണ്ടേ? അന്നത്തെ ഭരണസമിതിയെ മുഴുവനും ആ ലിസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ പോയത്. തുടർന്ന് പലപ്പോഴും ആക്ഷേപിക്കുന്ന മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? പല സമയങ്ങളിലും കളക്ടറുമായിട്ട് ഇതിന് നമ്മൾ സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് പണിയുന്നതിനുള്ളതും
അത് തുടർ നടപടിക്ക് വേണ്ട DPR തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യേണ്ടി വന്നത്. മറ്റൊന്ന്, നമ്മുടെ വായനശാലകൾ. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ വായനശാലകൾക്ക് ഫണ്ട് വെച്ചിരിക്കുന്ന ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടെന്ന് തന്നെ ഇല്ലയെന്ന് തന്നെ എനിക്ക് പറയാം. വായന എന്ന് പറയുന്നത് ഓരോ ജനങ്ങളുടെയും വികസനത്തിന് വേണ്ട അത്യാവശ്യ കാര്യമാണ്. പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവുകളാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ വ്യക്തിക്കും ആവശ്യം. വായനകൾ കുറയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പലയിടത്തും പോയിരുന്നിട്ട് നമ്മളിപ്പോൾ നടക്കുന്ന ഒരു നാടകമുണ്ട്. ആ നാടകങ്ങൾ പോലെ മയക്കുമരുന്നിനും അതിനും അടിമയാകുന്നത്. ധാരാളം വായിച്ച് നല്ല അറിവുകൾ നേടി നല്ല സംസ്കാരമുള്ള ഒരു പഞ്ചായത്തായിരിക്കണം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത്. 8 സ്കൂളുകളുണ്ട്, നമുക്ക് LP സ്കൂളുകളുണ്ട്. അവിടുത്തെ 5 വർഷം മുമ്പുള്ള അവിടുത്തെ നിലവാരങ്ങൾ, അതായത് അതിൻ്റെ കെട്ടിടങ്ങൾ, ടോയ്ലറ്റുകൾ, മതിലുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ ഒന്നൊന്നും നിങ്ങൾക്കറിയാവുന്നതാണ്. 5 വർഷം മുമ്പ് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അന്നും മാധ്യമ പ്രവർത്തകരായിരുന്നു. ആ സ്കൂളിൻ്റെ ഇന്നത്തെ സൗകര്യവും 5 വർഷം മുമ്പുള്ള സൗകര്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ റോഡുകൾ, ഓരോ റോഡുകളും ആവശ്യത്തിന് ഫണ്ട് ഉപയോഗിച്ച റോഡുകളായാലും കുടിവെള്ള സൗകര്യമായാലും സുരക്ഷിതമായ വാസസ്ഥലങ്ങളായാലും ഈ ഭരണസമിതി നിറവേറ്റാൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുന്നതിൽ 75% ഈ ഭരണസമിതി വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇവരിപ്പോൾ നമ്മൾ ചെയ്ത ഈ വികസന പ്രവർത്തനങ്ങളൊന്നും ഒരു വികസന പ്രവർത്തനമല്ല, ഒരു സബ്സ്റ്റേഷൻ മാത്രമാണ് കരുവാരക്കുണ്ട് വികസനം എന്ന് മാത്രം പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കുറച്ച് കാണിക്കുകയല്ല. അതിനുവേണ്ടിയില്ല ഈ ഭരണസമിതി വന്ന അന്ന് മുതൽ പുറമ്പോക്ക് സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തി നിരന്തര ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്നലെ നടന്ന ആ ആക്ഷേപത്തിൽ 1-2 കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടത്, വീട്ടിക്കുന്ന് ഭാഗത്ത് ഒരു 10 വീടുകൾ സ്ഥലം കൊടുത്ത് ആൾക്കാർ താമസമല്ല, അത് അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപം അവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളെ സുഫൈറ മെമ്പർക്ക് ഉൾപ്പെടെ ഇവർ വാങ്ങിക്കൊടുത്ത സ്ഥലമാണ് അവിടെ നിലവിലുള്ളത്. ഇന്ന് നിലവിലവിടെ സുഫൈറ മെമ്പർക്ക് 4 സെൻറ്റ് സ്ഥലം 3 സെൻറ്റ് സ്ഥലം നിലവിലുണ്ട്. 8 വീടുകളിൽ 2 വീടുകളിൽ ആൾ താമസക്കാരുള്ളൂ. അത് ആ സ്ഥലം വാങ്ങിക്കൊടുത്തതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഒക്കെ UDFകാരാണ്. 2020 മുമ്പ് ഈ രജിസ്ട്രേഷനുകൾ കഴിഞ്ഞ് പഞ്ചായത്തിന് ആൾക്ക് കൈമാറിയതാണ്. സ്വാഭാവികമായിട്ടും സ്ഥലം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെയാണ് 8 വീടുകൾ ഈ ഭരണസമിതിയുടെ കാലത്തും മുൻ ഭരണസമിതിയുടെ കാലത്തും വീടുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത് ശരിക്കും അവർ പറഞ്ഞ രീതിയിൽ അവർക്കൊരു ബന്ധവും ഇല്ലാത്ത രൂപത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം സ്ഥലം കൊടുത്ത് ആളുകളെ അവിടെ കൊണ്ടുപോയി കുടുക്കുക എന്നുള്ള രൂപത്തിലാണ് അവിടെ സംസാരിച്ചത്. അതായത് ഇവർ കൊടുത്ത സ്ഥലത്ത് വീട് കൊടുക്കുക എന്നുള്ള പരിപാടി ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് ഈ ഇതിലെ ഭരണസമിതിയുടെ മെമ്പർ ഉൾപ്പെടെ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിച്ചറിയാം. മറ്റൊന്ന് ഒരു ആകാശത്ത് കിണർ ഉയർത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ഷേപം പറയുന്നത്. ഇന്ന് ഞാൻ പുത്തനയിൽ ഉണ്ണേട്ടൻ്റെ വാർഡിലാണ് ആ കിണറുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ രണ്ടും യഥാർത്ഥത്തിൽ ഒന്നാണ്. ഉണ്ണേട്ടൻ്റെ വാർഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ കിണറിൽ ഒരാൾക്ക് ഹൈറ്റിൽ കിണർ ഉയർത്തിയാൽ മാത്രമേ അവിടുത്തെ വെള്ളപ്പൊക്കം വന്നാലും ഈ കിണറിലേക്ക് വെള്ളം ഇറങ്ങാതെ നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് റിങ് ഉയർത്തിയിട്ടുള്ളത്. നമ്മൾ ഹൈസ്കൂളിൻ്റെ കിണർ എന്താണ് അവസ്ഥ? ഒരു ഭാഗത്ത് ലേശം ഹൈറ്റ് കൂടിയ ഭാഗം, മറുഭാഗത്ത് ഹൈറ്റ് കുറഞ്ഞ ഭാഗം. അതുകൊണ്ടാണ് അത് ഉയർത്തിയിട്ടുള്ളത്. ഇത് ഭൂമിശാസ്ത്രമായിട്ടുള്ള കാര്യം കൊണ്ടാണ് അവിടെ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാതെ ഒരു കയമ്പുമില്ലാത്ത ആരോപണങ്ങളാണ്. പിന്നെ അവിടെ ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ ഒരു പരാതി പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ വരാൻ നോട്ടീസിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒരു ഗുണഭോക്താവും അവിടെ വന്ന് നമ്മളോട് പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം സുതാര്യമായിട്ട് വാർഡ് മെമ്പർമാർ ഗ്രാമസഭ നടത്തി 3 ചാൻസുകൾ സാധാരണഗതിയിൽ ആ മിനിറ്റ്സിലെഴുതി പോരുന്ന സംഭവം ഉണ്ടാകാറ്. വീണ്ടും അത് പട്ടിക അംഗീകരിക്കാൻ ഉൾപ്പെടെയുള്ള ഗ്രാമസഭ ചേർന്ന് സുതാര്യമായി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാൻ അവസരം. ഇപ്പോൾ ലാസ്റ്റ് വീട് റിപ്പയറിന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞൊരു മാസം മുമ്പ് കൂടെ അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരാതിക്കൊന്നും ഒരിടമില്ലാത്ത കാര്യങ്ങൾ കൂടി ഒരു വലിയ പർവ്വതീകരിച്ച് സംസാരിച്ചിട്ടുള്ളൊരു മാർച്ചാണ് നടത്തിയിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റിയ അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീ അവിടെ നടത്തിയ വളരെ സങ്കടകരമായ കാര്യത്തെക്കുറിച്ച് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു. ഈ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്.